പാർട്ടിക്കുള്ളിൽ നിന്നും തിരുത്തണം. സെക്രട്ടറിക്കും പറയാമല്ലോ ഈ പോകുന്നത് ശരിയല്ല എന്ന്. ഞാനിപ്പോൾ എല്ലാവരെയും വിമർശിക്കുമല്ല, ഞാൻ അതിനൊന്നും ആളല്ല, ഞാനൊരു ചെറിയ ആളാണ്. പക്ഷേ സമൂഹം കാണുന്ന ഒരു കാര്യം, പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയാണ്. ഗവൺമെൻറ് ഉണ്ട്, പക്ഷേ ഗവൺമെൻറ്റിലും വരുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയുടെയും കൂടി ഉത്തരവാദിത്തമാണ്. പാർട്ടി ആകെ തന്നെ പാർട്ടി അണികൾ ചർച്ച ചെയ്യണം ഈ പ്രശ്നങ്ങളൊക്കെ. കുറേ ചർച്ച കഴിഞ്ഞ് സമ്മേളനത്തിൽ വന്നു. അതിൻ്റെ ഫലമായിട്ട് പല കമ്മിറ്റികളും പിരിച്ചുവിട്ടു, പലരും നേതാക്കളെ അടച്ചിട്ടു. കരുനാഗപ്പള്ളിയിലൊക്കെ ഇതുപോലെ പല സ്ഥലങ്ങളിൽ സംഭവിച്ചു. അപ്പോഴും പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കറക്ഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അപ്പോൾ താഴേക്ക് പോകാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ പോകട്ടെ എന്ന് പറയാനേ പറ്റുള്ളൂ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തകർച്ച വന്നു കഴിഞ്ഞാൽ 2026 കഴിയുമ്പോൾ കേരള രാഷ്ട്രീയം എങ്ങനെ മുന്നോട്ട് പോകും എന്നാണ് മാഡം പ്രതീക്ഷിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇങ്ങനെ അങ്ങോട്ട് കണ്ടിന്യൂസ് പോവുകയാണെങ്കിൽ ഒരു സൈഡ് BJP ഒരു സൈഡ് UDFും വരും. കോൺഗ്രസും BJP ആയിട്ട് മാറി വരുന്ന ഒരു സ്ഥിതി ആയിരിക്കും. ഇപ്പോൾ LDF UDF എന്ന് പറഞ്ഞ പോലെ തിരിച്ചായി മാറാനുള്ള സാധ്യത, ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല എങ്കിലും എൻ്റെ ചെറിയ അറിവിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഇതങ്ങനെ സംഭവിക്കാനാണ് സാധ്യത.